ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിൽ തെളിയുന്ന പ്രധാന ചിത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ബീച്ച്. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, കൈതച്ചക്ക തുടങ്ങി നിരവധി വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. വളരെ ആകർഷകമായ രീതിയിലാണ് ഇവ നിരത്തി വെച്ചിരിക്കുന്നത്. അടുത്തടുത്തായി നിരവധി ഉപ്പിലിട്ടവ വിൽക്കുന്ന കടകൾ കാണാം. ഉപ്പിലിട്ട വിഭവങ്ങൾ രുചിച്ചുകൊണ്ട് ശാന്തമായ കടലിന്റെ ഭംഗി മതിവരുവോളം ആസ്വദിക്കാം. സ്നേഹം കൊണ്ട് സമ്പന്നരും സൽക്കാരപ്രിയരുമാണ് കോഴിക്കോട്ടുകാർ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കോഴിക്കോടൻ വിഭവങ്ങളുടെ രുചി ലോകപ്രസിദ്ധവുമാണ്. ഒരു ചേട്ടൻ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ട്. ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന റോഡാണ് ഈ കാണുന്നത്. നിരവധി കെട്ടിടങ്ങൾ തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാം. കോഴിക്കോട് ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഏതാണ്ട് ഒരേ കാഴ്ചകളാണെങ്കിലും എത്ര തവണ ബീച്ചിലേക്ക് വന്നാലും മതിവരില്ല. കാഴ്ചകളുടെ മനോഹാരിതയ്ക്കൊപ്പം രുചികരമായ ഭക്ഷ്യവിഭവങ്ങളും പ്രധാന ആകർഷണമാണ്. കോളിഫ്ലവർ കൊണ്ടുള്ള ഗോബി മഞ്ചൂരി, കല്ലുമ്മക്കായ ഫ്രൈ, കാടമുട്ട പൊരിച്ചത് തുടങ്ങി ശരാശരി മലയാളിയെ തൃപ്തിപ്പെടുത്തുന്ന നിരവധി ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞാൻ ഒരു ഗോബി മഞ്ചൂരിയും കല്ലുമ്മക്കായയും ചായയും കഴിച്ചു. വളരെ രുചികരമായ വിഭവങ്ങളായിരുന്നു. ബീച്ചിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നിരവധി പേരാണ് കുടുംബസമേതം മാനസിക ഉല്ലാസത്തിനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് കോഴിക്കോട് ബീച്ചിലെ കച്ചവടം. ഷോപ്പിലെ ചേട്ടന്മാരുടെ പെരുമാറ്റവും വളരെ സ്നേഹസമ്പന്നമായിരുന്നു. ചില പ്രധാന മുന്നറിയിപ്പൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് ഒരു മനോഹരമായ തോണി നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ ആകർഷകമായ രീതിയിലാണ് ഇതിൻ്റെ ക്രിയേഷൻ. ആകർഷകമായ കളറും നൽകിയിട്ടുണ്ട്. ഇവിടെ സാധാരണ സ്വിമ്മിംഗ് അനുവദനീയമല്ല. പലരും തിരമാലകളോട് ചേർന്ന് ആസ്വദിച്ച് നടക്കുന്നത് കാണാം. മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയത് കാണാം. ഇത് കാണുന്നത് ഏതൊരു കോഴിക്കോട്ടുകാർക്കും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ബീച്ചിലേക്ക് വരുന്ന ഒട്ടനവധി പേരാണ് ഇതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ വ്യത്യസ്തമായ ചില കൽപ്രതിമകളൊക്കെ കാണാൻ സാധിക്കും. വളരെ പെർഫെക്ഷനോടെയാണ് ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ ടോയ്സും ഇവിടെ ലഭ്യമാണ്. കുട്ടികളെ ആകർഷിക്കും വിധം വിവിധ തരം കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയോടെയാണ് അധികാരികൾ ഇവിടം സംരക്ഷിക്കുന്നത്. അതുപോലെ വേസ്റ്റുകൾ ഉപേക്ഷിക്കാനുള്ള ബിൻ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ആരും വേസ്റ്റ് അലക്ഷ്യമായി ഉപേക്ഷിക്കാൻ സാധ്യതയുമില്ല. അത്രയും മനോഹരമായാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ബീച്ച് സംരക്ഷിച്ചു പോരുന്നത്. നമുക്കറിയാം, 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട് ലാൻഡ് ചെയ്തത്. കോഴിക്കോടിന്റെ ചരിത്രം പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. എത്ര മനോഹരമായാണ് ഈ ശില്പം പണിഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മതയോടെ നോക്കിയാൽ ഇവിടെയുള്ള ഭൂരിഭാഗ ശില്പങ്ങളിലും കോഴിക്കോടിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് കാണാം. ബീച്ചിൽ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലയിടങ്ങളിലായി എഴുതി വെച്ചിട്ടുണ്ട്. സന്ദർശകർ തീർച്ചയായും അത് വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. കുട്ടികളുമായി വരുന്നവർ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുറച്ച് സുരക്ഷാ പിഴവ് ഇവിടെ ഉള്ളതായി എനിക്ക് പേഴ്സണലായി അനുഭവപ്പെട്ടു. വളരെ ആകർഷകമായ ഇരിപ്പിടങ്ങളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഫ്രെയിം തന്നെ ധാരാളം. ഉസ്താദ് ഹോട്ടൽ ഉൾപ്പെടെ നിരവധി സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചത്. ഇവിടെ വാഹന രൂപത്തിലുള്ള ഒരു ഹോട്ടൽ കാണാം. എന്നാൽ ഭൂരിഭാഗം പേരെയും കൂടുതൽ ആകർഷിക്കുന്നത് ബീച്ചിലെ തട്ടുകടകൾ തന്നെയാണെന്ന് തോന്നി. ഇതാണ് പൈസ കൊടുത്ത് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റ്. യൂത്തന്മാരൊക്കെ കടൽ പശ്ചാത്തലമാക്കി ഫോട്ടോകൾ എടുക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചകളാണ്. മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും രുചികരമായ വിഭവങ്ങൾ കഴിക്കാനുമാണ് ഭൂരിഭാഗ സഞ്ചാരികളും ഇവിടെ വരുന്നത്. ഉപ്പിലിട്ട കൈതച്ചക്ക രുചിച്ചു നോക്കി വീണ്ടും മുന്നോട്ടേക്ക് നടന്നു.
ആർത്തിരമ്പുന്ന തിരമാലകൾ. സമയം വൈകുന്നതിനനുസരിച്ച് സഞ്ചാരികളുടെ എണ്ണത്തിലും വർധന വരുന്നുണ്ട്. കൂട്ടുകാരും കുടുംബാംഗങ്ങളും തുടങ്ങി നിരവധി പേരാണ് കോഴിക്കോട് ബീച്ചിന്റെ തനിമ ആസ്വദിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. ഉപ്പിലിട്ടത് മാത്രമല്ല, ചില രുചികരമായ പാനീയങ്ങളും കടകളിൽ ലഭ്യമാണ്. വി സേ നോ ടു ഡ്രഗ്സ് എന്ന് വളരെ ക്രിയേറ്റീവായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഗൾഫ് നാടുകളെ ഓർമ്മപ്പെടുത്തും വിധം ചില കാഴ്ചകളും ബീച്ചിൽ കാണാം. കോഴിക്കോടിന്റെ സ്വന്തം കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി കലാസൃഷ്ടികളാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്നത്. കോഴിക്കോടേക്ക് വരുന്ന സഞ്ചാരികൾക്ക് ഏറെ ആനന്ദം പകരാൻ സാധിക്കുന്ന ഇടം തന്നെയാണ് കോഴിക്കോട് ബീച്ച്. നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.